വേണമെങ്കിൽ എടുത്തോ. വരാ മതി. 1/2 കിലോ മേടിച്ചാൽ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞോ എന്നാ ജാനിമോളെ, ജാനിക്കുട്ടി എടുത്തോ, കുഞ്ഞോയ്ക്ക് വേണ്ട കേട്ടോ. പിന്നെ കുഞ്ഞ് സൂപ്പർ മാവേലി കേട്ടോ. കണ്ടോ, പണ്ടത്തെ പോലൊന്നും വല്ല ജിമ്മനാ കണ്ടോ, വയറൊന്നുമില്ല. കുടവയറൊക്കെ എക്സർസൈസ് ചെയ്ത് കുറച്ചതായിരിക്കും ഇല്ലയോക്കളെ. അയ്യല്ല മസില ഇത് കണ്ടോ. കൊള്ളാം കേട്ടോ. വെണ്ണ കഴിച്ചോണ്ടിരിക്കുന്നു. വെണ്ണ കഴിക്കുവോ? വെണ്ണ അത്തപ്പൂക്കളം. മാവേലിയുടെ കൊട. മാവേലിയുടെ കൊടുക്കും. അന്നേരം ഇവന് പുച്ഛം. സിറ്റി മൊബൈൽ. അയ്യോ, സിറ്റി മൊബൈൽസോ. അവന് ബ്രാൻഡഡ് ഷോപ്പിലേക്ക് കയറും. ഓക്സിജനിലും ഹൈഡ്രജനിലും ഒക്കെ എടുത്തു വെച്ചോ. ഒരുപാട് സമയമായി പ്രിയങ്ങളെ. 9:30 കഴിഞ്ഞു. ഒരാണ് വീട്ടിൽ വന്നത്. ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ട് അവസാനം എടുത്ത് വെച്ചു. പിന്നെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. എന്തെല്ലാം സാധനങ്ങൾ വേണം. കണ്ടായിരുന്നോ? എന്തുവാ? ഒരു പഴവും മേടിച്ചു, ഏത്തപ്പഴവും മേടിച്ചു. ആ ടൗണിൽ അവിടെ അടുക്കാൻ പറ്റത്തില്ല തിരക്ക് കൊണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് ഇരുന്ന് പറഞ്ഞേച്ചാ അത് ഉപ്പ് ഉണ്ടോ നോക്കിയാ ഉപ്പില്ലായിരുന്നു. മണമില്ല. എനിക്ക് ഇഞ്ചി കറി ആയിട്ടാ കൂട്ടാൻ തോന്നിയത്. മണം വരുന്നില്ല, അത് എനിക്ക് വന്നില്ല. എന്താ മണമാ ഇഞ്ചി കറി? ഇഞ്ചിക്കറിക്ക് നല്ല മണം. ചിക്കൻ മസാല മണം. അതന്നെ ഓണത്തിനേക്കുള്ള പപ്പടം മേടിച്ചു. ഒരു വലിയ കവറിലെ പപ്പടം. പായസം മേടിച്ചു. പായസം വെക്കാൻ പായസം മിക്സ് മേടിച്ചു. ഡബിൾ കോഴ്സിന്റെ പാലടയാണ് നമ്മൾ ഇത്തവണ ഓണത്തിന്. എന്തോ അടപ്പായസോ? സേമിയ വാങ്ങിച്ചു. മധുരം കുറച്ചെടുക്കുന്നുണ്ട്. ഇത് വെക്കും. മീൻ മേടിക്കാൻ പോയപ്പോ ഒരാൾക്ക് കൊഞ്ച് വേണം. 1/2 കിലോ കൊഞ്ച്. കൊഞ്ചിന് 660 രൂപ. മീൻ ഫ്രീ ആയിട്ട് തന്നതാ. എന്തോ അവരെന്റെ വീഡിയോ ഒക്കെ കണ്ട് എന്തുവാ മീൻ മേടിക്കുന്നതിന്റെ ഒക്കെ അതിന് വറുത്ത് കഴിച്ചോന്ന് പറഞ്ഞ് തന്നത്. 1.5 കിലോ എന്തുവാ പുളിയും ജപമൊക്കെ കഴിഞ്ഞു. വലുതും കഴിക്കാം. ഞാൻ രാവിലെ നമ്മള് ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ ഒരു ഇമ്മിണി ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അത് 2-3 ദോശ ഉണ്ടാക്കി. ഞാൻ ദോശയാണ് കഴിച്ചത്. എനിക്ക് ചപ്പാത്തി ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഉച്ചക്കലത്തേടം കൊണ്ടുപോയില്ല. ബോസിൻഭായോട് ഒരു ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു. ഒരു കട്ട്ലറ്റ് കഴിച്ചു. അത് വളരെ പ്രയാസപ്പെട്ടാണ് ആ കട്ട്ലറ്റ് ഇങ്ങനെ വായിലോട്ടൊന്ന് ആക്കിയത്. അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ.
അപ്പം ചോറ് ഞാൻ ഇമ്മണി ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ഇനി രാത്രി വന്നിട്ടാണെങ്കിൽ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചോറ് വെച്ചില്ല. അപ്പൊ അമ്മ രാവിലെ ഞാൻ പോയി കഴിഞ്ഞ് അമ്മ ഇങ്ങോട്ട് വന്നായിരുന്നു. മുത്തു എന്നെ വിട്ടിട്ട് തിരിച്ചു വന്നപ്പോ അമ്മയെ കൂടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. അപ്പൊ അമ്മ ചോറ് വെച്ചു. പിന്നെ ഇച്ചിരി ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ബാക്കി, അത് അമ്മ വറുത്ത് വെച്ചേക്കുന്നു. പിന്നെ ഇഞ്ചിക്കറി വെച്ചു. ഇഞ്ചിക്കറിയൊക്കെ ഉപ്പൊക്കെ നോക്കിയ രംഗമാണ് നിങ്ങൾ കണ്ടത് ആദ്യം കേട്ടോ. പിന്നെ നാളെ പച്ചടിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. അതിന് ഞാൻ മിൽമയുടെ തൈരാണ് മേടിക്കുന്നത്. മിൽമയുടെ തൈരും പാലും ഒക്കെ ഇന്ന് സ്റ്റോക്ക് തീർന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങള് രാജൻ ടെക്സ്റ്റൈൽസിൽ പോയി. നമുക്ക് എല്ലാവർക്കും ഓണക്കോടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇത്തവണ ആർക്കും ഓണക്കോടി വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഇത്തവണ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു വീട്ടിലോട്ട് വന്നതിന്റെ ആദ്യത്തെ ഓണമാണ്. ആങ്ങള വന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാം കൊണ്ട് ദൈവം അനുവദിച്ച് നമുക്ക് സന്തോഷിക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങള് ഒരു സൈഡിലുണ്ട്. മറുഭാഗത്ത് നമ്മള് ഒരുപാട് ആദി പിടിക്കുന്നുമുണ്ട്. അപ്പം ഇത്തവണ ഓണക്കോടി ആർക്കും എടുത്തു കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാന് രാവിലെ മുതൽ ഒരു 2 മണി വരെയൊക്കെ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടെന്ന് വെച്ചാൽ ഒത്തിരി പ്രയാസപ്പെട്ടു. ഓണക്കോടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ അല്ല കേട്ടോ, വേറെ നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ നെട്ടോട്ടം ഓടുമായിരുന്നു. അപ്പൊ ഞാൻ ഈ ഓണം വന്നാല് ഞാനാണ് ആദ്യം എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നതും കൊണ്ടു കൊടുക്കുന്നതും. ഇത്തവണ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇത്തവണയാണ് എനിക്ക് ഇത്രയും ദിവസം അതിന് പറ്റാതെ പോയത്. നാളെ ഉത്രാടമാണ്. ഇന്നും ഡ്രസ്സ് എടുക്കാൻ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്റെ പ്രിയങ്ങളെ, ദൈവം അനുവദിച്ച് അതിനുള്ള വഴി കണ്ടു. വലിയൊരു കാര്യത്തിന്റെ ഇടയ്ക്കാണ് ഇത്. ഒരു ചെറിയൊരു കാര്യം പോലാണെങ്കിൽ പോലും വലിയ കാര്യവും ദൈവം നടത്തി തന്നു. ഈ ഒരു കാര്യവും ദൈവം നടത്തി തന്നു. അങ്ങനെ ഞാനും മുത്തും കൂടി വൈകിട്ട് പോയി. അപ്പം വൈകിട്ട് ഈ ഫ്രിഡ്ജിന്റെ ആൾക്കാർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് മുത്ത് വരാൻ താമസിച്ചു. അപ്പൊ ഞാൻ നേരെ കടയിലോട്ട് പോയി. അവനങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പോയി അമ്മയ്ക്കും എനിക്കും ഒക്കെ നൈറ്റിയൊക്കെ സെലക്ട് ചെയ്തു. അതൊക്കെ ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് മുത്ത് വന്നേ. അപ്പൊ അങ്ങനെ ഓണക്കോടിയാണ്, എല്ലാവർക്കും ഉള്ള ഓണക്കോടിയാണ് ഇരിക്കുന്നത്. വലിയ വിപുലമായിട്ടല്ല. ഇത്തവണ വളരെ കുഞ്ഞു കുഞ്ഞു ഓണക്കോടികളാണ്. ഇതെല്ലാം നമുക്ക് നാളെ അവരുടെയൊക്കെ കൈകളിൽ എത്തിക്കണം. അപ്പൊ ആദ്യത്തെ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ എന്താ പറയുന്നത്, ചിലപ്പോ ദേഷ്യപ്പെടും, വേണ്ടാന്നൊക്കെ പറഞ്ഞു കളയും, ചിലപ്പോ എടുത്ത് എറിഞ്ഞെന്ന് വരും. അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പം നമ്മള് നോക്കി സമയവും കാലവും ഒക്കെ നോക്കിയിട്ട് വേണം ഇത് കൊണ്ടു കൊടുക്കാൻ. അമ്മയുടെ വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നേരം അതുപോലെ ഇരിക്കും. ഒരു പ്രാവശ്യം ഞാൻ ഓണപ്പൊടിയും കൊണ്ട് ചെന്നിട്ടുണ്ടല്ലോ, എന്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ച് എന്റെ മുഖത്തോട്ട് തന്നെ ഒറ്റ ഏതെറിഞ്ഞു. അങ്ങനത്തെ വലിയ സന്തോഷങ്ങളൊക്കെ അനുഭവിച്ച ആളാണ്. അപ്പം എന്തായാലും ഇന്നിപ്പം ഞാൻ ഇതെല്ലാം ഇന്ന് റെഡിയാക്കി വെച്ചിട്ട് റെഡിയാക്കിയിട്ട് അമ്മയ്ക്കുള്ള ഓണക്കൊടി എടുത്ത് കൊടുക്കാന്ന് ഞാൻ ഇരിക്കുവാണ്. അമ്മ ആകെ ഇടങ്ങേറായി. ഇന്നലെ ഒരു കാര്യമില്ല, അതാണ് ഇവിടെ നിന്ന് വീട്ടിലോട്ട് പോയത്. ഇവിടെ ഇരുന്നിട്ട് ജോലിയൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവിടുന്ന് അവിടെ പോയി. എനിക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യാഴിയായിരുന്നു പ്രിയങ്ങൾ, എനിക്കൊന്നും വയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ടുള്ള ദേഷ്യമാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം, നമ്മൾ ഒറ്റയ്ക്കൊരു കാര്യം ഇങ്ങനെ നടത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തൊരു മനുഷ്യർക്കും അതിന്റെ വിഷമം അത് അവർ ചെയ്യുന്നവർക്കല്ലാതെ, അത് അനുഭവിക്കുന്നവർക്കല്ലാതെ ഒരാൾക്കും പെറ്റതള്ളയ്ക്ക് പോലും മനസ്സിലാവത്തില്ല എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് പഠിച്ച ആളാണ് ഞാൻ. അപ്പം എന്തോ ഒരു ഇതിലാണ് ഇവിടെ ഇന്നലെ പോയത്. ഇന്ന് എന്തായാലും മുത്ത് പോയി വിളിച്ചോണ്ട് വന്നാണ്. അപ്പൊ നമുക്ക് ഓണക്കോടി എടുത്തു കൊടുക്കാം. ഞാനപ്പം എല്ലാരും ഇങ്ങോട്ട് കൊച്ചോളൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെല്ലാ വർഷവും അവരുടെ വീട്ടിലോട്ട് കൊണ്ടു കൊടുക്കുന്നതാണ്. അപ്പൊ നാളെ എങ്ങനെ ആ സമയം കിട്ടുമോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഏരിയയിലോട്ട് ടൗണിലോട്ടൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഭഗീരഥ പ്രയത്നമാണ്. ഇന്നത്തെ ഒരു തിരക്ക് എന്റെ ദൈവമേ, നാളെ ഇതിന്റെ ബാക്കിയായിരിക്കുമല്ലോ. പിന്നെ കുറച്ച് പച്ചക്കറികളും കൂടെ ഒക്കെ വാങ്ങിക്കണം. വേറെയൊക്കെ ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് റെഡി ആയിട്ടിരിക്കുക. ഓണം ഒരുങ്ങാൻ റെഡി ആയിട്ടിരിക്കുക. ഞാൻ ഇന്ന് വീഡിയോ എടുത്ത ഉടനെ രാജൻ ടെക്സ്റ്റൈൽസിലെ ചേച്ചിയോട് ചോദിച്ചു എന്തുവാ വീഡിയോ ഒക്കെ പിടിക്കുന്നതിന്. ഞാൻ പറഞ്ഞു
ഓണത്തിന് ഞാൻ അന്നേരം പറഞ്ഞു ഓണക്കോടി എടുക്കാൻ രാജ ടെക്സ്റ്റൈൽസിൽ വന്നു എന്ന് എല്ലാവരോടും പറയണ്ടേ, അതിന് വേണ്ടിട്ടാ. അപ്പൊ ചേച്ചി പറഞ്ഞു അത് ശരിയാ, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രൊമോഷനും ആകും, ഞങ്ങൾക്ക് വീഡിയോയും ആകും. കുറെ ഭാഗിക്കാർ എന്തുവാ ഇത് എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടിടായിരുന്നു, കളർ ഇളകി എല്ലാം നാശപ്പാടാക്കിയാവും. അമ്മയ്ക്ക് മേടിച്ച നൈറ്റ് കാണിക്കാമേ. ഇതാണ് അമ്മയ്ക്ക് വാങ്ങിയ നൈറ്റ്. അമ്മയ്ക്ക് ഇങ്ങനെ ഞൊറുവുള്ള നൈറ്റ് വേണം, പഴയ നൈറ്റ് ആ തയ്യലില്ല, അതാണ് അമ്മയ്ക്ക് ഇഷ്ടം. ആ വീഡിയോയിൽ കാണുന്ന അത്രയും കളറില്ല, വേറൊരു കളറാണ്, കുറച്ചൊരു വ്യത്യാസം. ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ വീണുന്നതെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒരു സ്കേർട്ട് മേടിച്ചിട്ടുണ്ട്, പിന്നെ വേറെ കുറെ അലകുലത്തെ സാധനങ്ങള് ഇതിന്റെ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പലതവണയായിട്ട് നമ്മൾ അവിടുന്ന് ഡ്രസ് മേടിച്ചപ്പോ തന്നത് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ സ്ഥിരം കർപ്പീസ് ഉപയോഗിക്കുന്ന ആളാണ്, എന്നാലും ഞാനത് പഴഞ്ചനായി, ഞാനത് കഴുകി പഞ്ചറായി പിഞ്ചി കീറി കഴിഞ്ഞിട്ടേ പുതിയത് എടുക്കുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് ഈ കർച്ചീഫ് ഇങ്ങനെ പുതിയതുപോലെ ഇരിക്കുന്നത് കാണാൻ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്ക് മേടിച്ച ഒരു ടോപ്പ് ഞാൻ കാണിക്കാം, മറ്റേത് കാണിക്കും ഞാൻ ഓണത്തിന് മേടിച്ചു. ഇന്നലെ അവര് കൊണ്ടുവന്ന ഓണക്കോടി എന്റെ പ്രിയങ്ങൾ കണ്ടു കാണും. ഇത് ഞാൻ ചുമ്മാ മേടിച്ച ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ എനിക്ക് വാങ്ങിച്ച ടോപ്പാണ്, എനിക്ക് വേണ്ടി ഞാൻ മേടിച്ച ഓണക്കോടിയാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, വെറും 450 രൂപ. പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടു ആ മെറ്റീരിയൽ കേട്ടോ. ഈ തിളക്കമൊക്കെ പോകുമായിരിക്കാം, എന്നാലും അറിഞ്ഞുകൂടാ. ഇതിന് എന്നെ ഇറക്കപ്പെടാറായോടാ നീ? എടാ കേട്ടോ, ഇതിന്റെ കൂടെ ഇടാൻ വേണ്ടിട്ട് ഞാൻ ഒരു പാലാസോ പാൻറ് വാങ്ങിച്ചു. അത് എന്റെ മോന് ഞാൻ ലെഗിൻസ് ഇടുന്നത് ഇഷ്ടമല്ല. ലെഗിൻസ് നമ്മൾ ഓപ്പൺ ചുരിദാറിന്റെ കൂടെ ഞാൻ എവിടെ ഇടാറില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. ഇപ്പൊ ഓപ്പൺ ചുരിദാറും പാലാസോയും ഇടുന്നതാണ് അമ്മയ്ക്ക് ചേരുന്നതെന്ന് എന്റെ മക്കള് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇപ്പൊ 2-3 ടോപ്പ് അങ്ങനെ വാങ്ങിച്ചു. എന്റേതാണ് അതിന്റെ കൂടെ ഇടാൻ മേടിച്ച പാലാസോ. നല്ല പ്രിയങ്ങളെ, എന്താ നിങ്ങളിത് അടുത്ത് നോക്കി, അതേപോലത്തെ പ്രിന്റ് ഇതേലും ഉള്ളത് കണ്ടു. ഓണക്കുട്ടനെ മേടിച്ച ഓണക്കൂടി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കണ്ടോ, ഇത് അച്ചാച്ചന്റെ സെലക്ഷൻ ആണ്, ഇപ്പോഴത്തെ മോഡലാണ് എന്നൊക്കെ പറഞ്ഞത് മേടിച്ചത്. ഞാനൊരു കിടക്കുന്ന സിൽക്കി മോഡൽ ഒരു ഷർട്ട് എടുത്തായിരുന്നു, അത് ഇഷ്ടപ്പെട്ടു. ഫുൾക്കൈ ഇഷ്ടമല്ലേ? നമ്മ കൈ ശരിയാകില്ല കേട്ടോ. ബാഗ് അച്ചാച്ചൻ സെലക്ട് ചെയ്ത ബാഗിയാണ്. ആ പിന്നെ എനിക്കാണ് എന്താ ചെറുതാണ്, ഓടാ ഇട്ട് നോക്കും. 10 മണിക്ക് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത ഓണക്കൊടി കാണിക്കും. മോനിക്കുട്ടൻ മേടിച്ചതിന്റെ ക്രീം കളർ. അച്ചാച്ചന് ഫുൾ കൈ വേണോന്ന്. പിന്നെ അതിന്റെ കൂടെ ബാഗ്, അച്ചാച്ചന്റെ ബാഗ്. ഇത് മരിച്ചോണ്ട് എങ്ങനെ നടക്കുന്നത്? 12 കിലോ ഭാരം കാണും ഒരു കാലിന്. ജീൻസ് ബാഗ് അത് മരിച്ചോണ്ട് നടക്കുന്ന കാണും. ജീൻസ് ബാഗ് അതിനകത്ത് കാലും കൈയും ദേഹം ഉണ്ടോ എന്നുള്ളത് തപ്പി നോക്കണം. അല്ല ജീൻസ് ബാഗ് അമ്മയ്ക്ക് ഞാനിത് നോക്കട്ടെ, ഞാനിതിട്ട് നോക്കട്ടെ എനിക്ക് ചേരുമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ബാഗും ജീൻസും ഒക്കെ ഇട്ട് നോക്കാം. ബാഗ് ഇട്ടോളാം, ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞല്ലേ മേടിച്ചിടാൻ. ഞങ്ങള് മടക്കി വെക്കും, നല്ല അമ്മന് ചേരും. പിന്നെ എല്ലാ പെൺപിള്ളേർക്കും ചേരും. ഏറ്റവും കൂടുതൽ ആൾക്കാര് വണ്ണമുള്ളവരെ അവരുടെ വണ്ണം തോന്നിക്കാതിരിക്കാൻ ഈ ലോഹ പോലെ ഡ്രസ് ഇടുന്നത്. ഞാനല്ലേ ലോഹ പോലെ ഇടുന്നത്, വണ്ണം തോന്നിച്ചു. ടീത്തിന്റെ അടുത്ത ഓണക്കോടിയാണ്. ഇതാവാൻ സെലക്ട് ചെയ്തതാ, എനിക്ക് അത്ര പിടിച്ചില്ല.
ഉള്ള കാര്യം പറയാം. ഓനിക്കുട്ടന് ടീഷർട്ട്. പിന്നെ വീട്ടിലിടാൻ അത് രണ്ടും ഓണത്തിന്. ഓറില്ലാതെ പിന്നെന്താ കഴിക്കാനാ? വേറൊന്നുമില്ല. ഞാൻ എടുക്കുവേ. എത്ര എണ്ണം ഉണ്ടാക്കിയത്? ഒന്ന് മൊത്തം തിന്നോ? ഞാൻ ഉച്ചക്ക് ഇന്ന് വൈകിട്ട് അതിങ്ങനെയായിരുന്നു. കൈ ഞാൻ ഒന്ന് പിടിച്ചപ്പോ ഞാൻ കരുതി. അവനൊന്ന് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്തായാലും വന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ചപ്പാത്തി വാങ്ങിക്കുന്ന ചപ്പാത്തിയും പത്തിരിയൊക്കെ ഉള്ളിടത്തുനിന്ന് ചപ്പാത്തി മേടിക്കും മോനെ എന്ന് പറഞ്ഞു. വേണ്ട, നമുക്ക് കടമനിട്ട് ചെന്ന് അവിടുന്ന് മേടിക്കാം. അവിടെ വന്ന് ചോദിച്ചു ചപ്പാത്തി ഇല്ല. കപ്പ പുഴുക്ക് മേടിച്ചു. കപ്പ പുഴുക്ക് ബോക്സ് ഉണ്ടല്ലോ, അതിനകത്തെ വെക്കാവേ. വെള്ളച്ചോറുണ്ടായിരുന്നു. വെള്ളച്ചോറുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ആർക്കും കൊടുക്കണ്ടായിരുന്നു. കപ്പ ഇച്ചിരി കഴിക്കണം. വാങ്ങിച്ചു. അമ്മയ്ക്ക് വേണ്ട. മീന് കട്ട് വെച്ചില്ല, വേണ്ട. ചോറും കപ്പ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി. അമ്മയുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറി. ഒരു കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴിക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല, നോക്കാം. കട്ടിയില്ലേ? ഇത് കഴിക്കട്ടെ പ്രിയങ്ങളെ. രസം എല്ലാവരോടും സ്നേഹം, സന്തോഷം. നാളെ കാണാമേ. ഓക്കെ, ബൈ ബൈ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.